ജീവനക്കാരുടെ സ്ഥലമാറ്റം ഭരണപരമായ സൗകര്യം കണക്കിലെടുത്തെന്ന NGO അസോസിയേഷൻ. കഴിഞ്ഞ 10 വർഷം അസോസിയേഷൻ പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് ദൂരെ സ്ഥലങ്ങളിലേക്ക് മാറ്റി. അവർ തിരിച്ചുവരുമ്പോൾ ചിലരെ മാറ്റേണ്ടി വരും. NGO യൂണിയൻ കളിച്ച അത്രയും രാഷ്ട്രീയ പകപോക്കൽ ഇപ്പോൾ ഇല്ലെന്ന് ജില്ലാ പ്രസിഡന്റ് KV മഹേഷ് പറഞ്ഞു. ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ ഭരണപരമായ സൗകര്യത്തിന് ജീവനക്കാരെ സ്ഥലം മാറ്റുന്നത് ആദ്യമല്ലെന്ന് NGO അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് KV മഹേഷ് പറഞ്ഞു. കഴിഞ്ഞ 10 വർഷക്കാലം തലങ്ങും വിലങ്ങും ജീവനക്കാരെ യാതൊരു മാനദണ്ഡവുമില്ലാതെ മാറ്റി. അത്തരത്തിൽ സ്ഥലം മാറ്റണമെന്ന് NGO അസോസിയേഷൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും KV മഹേഷ്. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ തലങ്ങും വിലങ്ങും, അത് വിധവകളെന്നോ വികലാംഗരെന്നോ അസുഖബാധിതരെന്നോ ഒന്നും നോക്കാതെയാണ് തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റിയത്. പക്ഷേ NGO അസോസിയേഷൻ ആ തരത്തിലുള്ള സ്ഥലമാറ്റങ്ങളൊന്നും ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. ഇനി അങ്ങനെയുള്ള സ്ഥലമാറ്റങ്ങൾ നടത്തുന്നതിനും NGO അസോസിയേഷൻ പ്രസ്ഥാനം എതിരാണ്. പക്ഷേ ഭരണപരമായ സൗകര്യാർത്ഥം സ്ഥലമാറ്റങ്ങൾ ജില്ലയിൽ എമ്പാടും നടന്നുകൊണ്ടിരിക്കും. ജനറൽ ട്രാൻസ്ഫറിന്റെ ഭാഗമായുള്ള സ്ഥലമാറ്റങ്ങളാണ് നടന്നുവരുന്നത്. 10 വർഷം എത്രയോ കിലോമീറ്റർ അകലെ ജോലി ചെയ്യേണ്ടി വന്ന NGO അസോസിയേഷൻ പ്രവർത്തകരുണ്ട്. അവർക്ക് തിരിച്ചുവരാൻ നൽകിയ അപേക്ഷ പരിഗണിക്കാതിരിക്കാൻ കഴിയില്ലെന്നും മഹേഷ് പറഞ്ഞു. പലപ്പോഴും NGO അസോസിയേഷൻ്റെ പ്രവർത്തകർ കഴിഞ്ഞ 10 വർഷക്കാലമായി ദൂരെ ദിക്കുകളിൽ ജോലി ചെയ്യുന്ന തീർത്ഥഹള്ളി ഉൾപ്പെടെ പല മലയോര മേഖലയിൽ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന നമ്മുടെ ഹെഡ്ക്വാർട്ടേഴ്സ് താമസിക്കുന്ന ആളുകൾ 10-70 കിലോമീറ്ററുകൾ ജോലി ചെയ്താണ് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരം ആളുകൾ ചിലപ്പോൾ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഭരണമാറ്റത്തിൻ്റെ പരമായി ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം ട്രാൻസ്ഫറുകളാണ് നടന്നത്. NGO യൂണിയൻ നടത്തുന്നത് നുണപ്രചരണമാണെന്ന് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം P ഉണ്ണികൃഷ്ണനും പറഞ്ഞു. രാഷ്ട്രീയം നോക്കി സ്ഥലം മാറ്റത്തിന് നേതൃത്വം നൽകിയത് NGO യൂണിയനാണ്. അസോസിയേഷൻ പ്രവർത്തകർക്ക് നീതി ഉറപ്പാക്കേണ്ട ബാധ്യത സംഘടനക്കുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. തുടർഭരണം വന്നതിന് ശേഷം സംഘടനാപരമായ യാതൊരു മാനദണ്ഡവും ഒരു മര്യാദയും കാണിക്കാതെയാണ് NGOവിന് പെരുമാറിയിട്ടുള്ളത്. മുൻകാലങ്ങളിലൊക്കെ സംഘടനാ നേതാക്കന്മാർക്കൊക്കെ തന്നെ ഈ കണ്ണൂർ കലക്ടറേറ്റിലും അതുപോലെയൊക്കെ ഒരു സംഘടനാ മര്യാദ വെച്ച് അവർക്കൊക്കെ അതിന് പരിഗണന നൽകിയിരുന്നു. അത് തികച്ചും അട്ടിമറിച്ചുകൊണ്ട് രോഗികളെന്നോ വികലാംഗരെന്നോ സ്ത്രീകളെന്നോ നോക്കാതെ വളരെ ദൂരത്തേക്ക് സ്ഥലം മാറ്റിയവരെ, അങ്ങനെയുള്ളവരെ നമ്മളിപ്പോൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ജില്ലാ ഹോസ്പിറ്റലിലടക്കം വളരെ ദൂരത്ത് വർക്ക് ചെയ്യുന്നവരെ ഈ ഓർഡർ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. സംഘടനാ താല്പര്യം അത് കഴിഞ്ഞ 10 വർഷം നമ്മൾ നമ്മുടെ സഹപ്രവർത്തകർ അനുഭവിച്ച എല്ലാ ഇതിലും നമുക്ക് അവർക്ക് തികച്ചും ഒരു അനുഭവപൂർണ്ണമായ പരിഗണന നൽകേണ്ടതായിട്ടുണ്ട്. അതിൽ കവിഞ്ഞ് വേറെ യാതൊരു തരത്തിലുള്ള ഇതും ഇതിൽ ചെയ്തിട്ടില്ല എന്നാണ് പറയാനുള്ളത്. താക്കോൽ സ്ഥാനങ്ങളിൽ ഭരണാനുകൂല സംഘടനയിൽപ്പെട്ട ആളുകളെ നിയോഗിക്കുക എന്നത് പുതിയ കാര്യമല്ലെന്നും NGO അസോസിയേഷൻ നേതാക്കൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.